അച്ഛനെ വഴക്കൊക്കെ മാറി തിരിച്ചു വന്നു കഴിയുമ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. പഴയ പോലെ നിങ്ങൾ അമ്മയും അച്ഛനും മോളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും. സത്യം എന്തൊന്നും മിണ്ടാതെ കിടക്കുന്ന? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് തന്നെ ആലോചിക്കാം അമ്മേ. അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റേത് ഇവിടെ കിടത്തായിരുന്നു. അച്ഛന്റെ അമ്മയുടെ നടുക്കായി ഞാൻ കിടക്കുന്നത് എന്റെ ഒരു സ്വപ്നാ. അതൊക്കെ നമുക്ക് ഉടനെ സാധിക്കാം. എന്നാ പിന്നെ നമുക്ക് ഉറങ്ങിയാലോ? രണ്ടുപേരും കണ്ണടച്ച് കിടന്നോ. അമ്മ ഒരു പാട്ട് പാടൂ, എന്നാ ഞങ്ങക്ക് വേഗം ഉറക്കം വരും. അല്ലേ പപ്പി? പാട് ചേച്ചി അമ്മേ. അമ്മ രണ്ടുപേർക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രം ഒരു മൂളിപ്പാട്ട് പാടാം. വിഷ്ണുട്ടാ, നമ്മുടെ രണ്ടു മക്കളുമാ എൻ്റെ അപ്പുറം ഇപ്പുറം ഉറങ്ങുന്നത്. ഒരാള് നമ്മളെ രണ്ടുപേരെയും കിട്ടി ആശ്വാസത്തിൽ ഉറങ്ങുമ്പോൾ മറ്റൊരാള് എപ്പോഴും ഒരു കൈപ്പാടകലെയാ. അടുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് അകലെ. ഇനി നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു കുടുംബം ഉണ്ടാവണം. അവരെ സ്നേഹിച്ച് വളർത്താൻ വേണ്ടി ഒരു സ്നേഹവീട്. അതിൽ ഞാനും എൻ്റെ വിഷ്ണുവേട്ടനും പിന്നെ നമ്മുടെ മക്കളും മാത്രം. ഇപ്പൊ ഇങ്ങനെ ഇവരെ ചേർത്ത് കിടക്കുമ്പോ ആഗ്രഹിച്ചു പോവുക വിഷ്ണുവേട്ടന്റെ സാമീപ്യം. എന്നെപ്പോലെ സത്യം അത് ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾക്ക് ഉറങ്ങണമെന്ന് എന്നോട് പറയുകയോട് ചെയ്തു. ചെറുബാല്യത്തിലെ ആഗ്രഹം അവര് വലുതായി കഴിഞ്ഞ് സാധിച്ചു കൊടുക്കാനാവില്ലല്ലോ. അവരുടെ ഈ കൊച്ചു കൊച്ചാഗ്രഹങ്ങള് നമ്മളല്ലാതെ മറ്റാരോ വിഷ്ണുവേട്ടൻ സാധിച്ചു കൊടുക്കുക. ദിവസങ്ങൾ കഴിയും തോറും അവരിലെ സംശയങ്ങളും വർദ്ധിക്കും. പിന്നീട് ഒരു കാലത്ത് അവർക്ക് മുന്നിൽ ഉത്തരവില്ലാതെ തലയും കുമ്പിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പറയുക, എങ്ങനെയെങ്കിലും നമ്മുടേതായ ഒരു ലോകം നമുക്ക് കെട്ടിപ്പൊക്കണം. ഒരു കൊച്ചു സ്വർഗം. ആ കൊച്ചു സ്വർഗത്തിലെ കാവൽക്കാരായിരിക്കണം നമ്മളെ രണ്ടുപേരും. മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാം ആ സ്വർഗത്തിലെ അന്തേവാസികളും. ആഗ്രഹം ഒരല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. എങ്കിലും കുഴപ്പമില്ല, ആഗ്രഹമല്ലേ, അത് ഏതറ്റം വരെയും പോവാലോ. കേട്ടിട്ടില്ലേ, ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളം എങ്കിലും കിട്ടുമെന്ന്. ഞാൻ ആഗ്രഹിച്ചോളാം, മനസ്സ് നിറയുന്നത് വരെ ആഗ്രഹിച്ചോളാം. അതിനെന്നെ ആർക്കും വിലക്കാൻ പറ്റില്ലല്ലോ.